കുടുംബത്തെക്കുറിച്ചും ഇടവകയെക്കുറിച്ചും സംസാരിക്കാത്ത വചനപ്രഘോഷകരെ കേൾക്കാൻ നമ്മൾ മനസ്സ് കാണിക്കരുത് എന്നുള്ള മുന്നറിയിപ്പാണ്. ഭാര്യ ഭർത്താവിനെ വിശദീകരിക്കേണ്ടത് എങ്ങനെയാണെന്ന് പത്രോസ് അപ്പസ്തോലനും പൗലോസ് അപ്പസ്തോലനും പഠിപ്പിച്ചു. ഭർത്താവ് ഭാര്യയെ വിശദീകരിക്കേണ്ടത് എങ്ങനെയാണെന്ന് പഠിപ്പിച്ചു. മക്കളെ വളർത്തേണ്ടത് എങ്ങനെയാണെന്ന് പഠിപ്പിച്ചു. മോട്ടിവേഷനുകളല്ല, കൃത്യമായ സത്യം, നഗ്നമായ അപ്രിയ സത്യങ്ങളാണ് പഠിപ്പിച്ചത്. ഒരു നോട്ടിന് രണ്ട് വശങ്ങളുണ്ട്. ഒറ്റ വശം മാത്രമുള്ള നോട്ടും കൊണ്ട് ചെന്നാൽ പോലീസ് അറസ്റ്റ് ചെയ്യും. കോക്കസുകളായ ശുശ്രൂഷകർ മാറുകയാണ്. യൂണിഫോം നഷ്ടപ്പെട്ടു പോയ ക്രൈസ്തവർ, തിരിച്ചറിയാനുള്ള വസ്ത്രം നഷ്ടപ്പെട്ടു പോയി. ഒരു ക്രൈസ്തവനെ ഇത് നമ്മുടെ കുഞ്ഞുങ്ങൾ കാണുന്നുണ്ട്. പള്ളിപിടുത്തം കാണുന്നുണ്ട്, കുർബാന തർക്കം കാണുന്നുണ്ട്, കേസ് കൊടുക്കുന്നത് കാണുന്നുണ്ട്. മാരിയോ ജോസഫും ജിജി മാരിയോയും വാർത്തകളിൽ ഇടം പിടിച്ചിരിക്കുകയാണ്. എന്നാൽ ആ കുടുംബത്തെ, മാരിയോയുടെയും ജിജി സഹോദരിയുടെയും കുഞ്ഞുങ്ങൾ അനുഭവിക്കുന്ന മാനസിക സംഘർഷം എത്ര വലുതായിരിക്കും, ആ മക്കളുടെ വേദന എത്ര വലുതായിരിക്കും. എന്ത് കാരണത്താലാണെങ്കിലും തങ്ങളുടെ മാതാപിതാക്കൾ വഴക്കടിക്കുമ്പോൾ ആ സാഹചര്യം അനുഭവിക്കേണ്ടി വരുന്ന കുഞ്ഞുങ്ങളുടെ മാനസിക സംഘർഷം വേദനാജനകമാണ്. കുടുംബമാണ്, ചട്ടിയും കലവുമാണ്, തട്ടിയും മുട്ടിയും കിടക്കും. പക്ഷേ അത് വേർപിരിയലിൻ്റെ അവസ്ഥയിലേക്ക് എത്തുകയും മാധ്യമങ്ങളിൽ വിചാരണ ചെയ്യപ്പെടുകയും ആഘോഷിക്കപ്പെടുകയും ചെയ്യുമ്പോൾ ആ കുഞ്ഞുങ്ങൾ അനുഭവിക്കുന്ന മാനസിക സംഘർഷത്തിൽ ആദ്യമേ പങ്കുചേരട്ടെ. നാളെ എനിക്കും എൻ്റെ മക്കൾക്കും ഇത് സംഭവിക്കാതിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുക. അതുകൊണ്ട് മാരിയോ സംഭവം നമുക്ക് നൽകുന്ന മുന്നറിയിപ്പ് എന്താണെന്ന് ചോദിച്ചാൽ, നിൽക്കുന്നുവെന്ന് വിചാരിക്കുന്ന എം ജെറാൾഡ് വീഴാതിരി സൂക്ഷിക്കട്ടെ. 1 കൊരിന്തോസ് 10:12. നിൽക്കുന്നുവെന്ന് വിചാരിക്കുന്നവൻ വീഴാതെ സൂക്ഷിക്കട്ടെ. രണ്ടാമത്തെ കാര്യം, എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതായത് ഇത്തരം സംഭവങ്ങൾ കാണുമ്പോൾ, ഒരു 4 വർഷം മുമ്പ് സഹോദരൻ മാരിയോ ജോസഫിനോട് ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പരസ്യമായ രീതിയിൽ ഒരു വീഡിയോ ഒടുവിൽ അപ്ലോഡ് ചെയ്തിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ളതായ പല പ്രാവശ്യം അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് വിവാദങ്ങൾ ഉണ്ടാകുന്ന രീതിയിൽ, അദ്ദേഹം മാത്രമല്ല വേറെ 1-2 പേർ കൂടി നമുക്കറിയാം, ഇടയ്ക്കിടയ്ക്ക് വിവാദങ്ങളായി മാറുന്നുണ്ട്. കൂടെ വിവാദങ്ങൾ ഉണ്ടാകുന്നുണ്ട് എങ്കിൽ തൻ്റെ ശുശ്രൂഷയുടെ ഭാഗമായിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ, ശുശ്രൂഷകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ, കൂടെ വിവാദങ്ങൾ ഉണ്ടാകുമ്പോൾ എവിടെയോ തിരുത്താനുണ്ടെന്ന് ചിന്തിക്കേണ്ടതിന് പകരം ന്യായീകരിച്ച് ഇറങ്ങുമ്പോൾ അത് കൂടുതൽ വഷളാവുകയുള്ളൂ എന്ന സംഭവമാണ് മാരിയോ ജോസഫിൻ്റെ സംഭവം നമ്മോട് പറയുന്നത്. മറ്റൊന്ന്, ഈ ലോകത്തിൻ്റെ ദേവനെയും ക്രിസ്തുവിനെയും ഒരുമിച്ച് സേവിക്കുക സാധ്യമല്ല. മാമോനെയും ദൈവത്തെയും ഒരുമിച്ച് സേവിക്കാൻ പറ്റില്ല എന്ന് കർത്താവ് തന്നെ ബൈബിളിൽ പറയുന്നുണ്ട്. സമ്പത്തും അതുപോലെ തന്നെ സാമൂഹിക സേവനവും കാരുണ്യ പ്രവർത്തനവും സുവിശേഷ പ്രഘോഷണവും ഒരുമിച്ച് കൊണ്ടുപോവുക പ്രയാസകരമാണ്. മദർ തെരേസയുടെ അടക്കമുള്ളവരുടെ ജീവിതത്തിലേക്ക് നോക്കിയാൽ അവരൊരു മേഖല തിരഞ്ഞെടുത്ത് ഫോക്കസ് ചെയ്തു പോവുകയാണ്. അങ്ങനെയാണെങ്കിൽ സുവിശേഷം ജീവിച്ച മദർ തെരേസയ്ക്കും ഫാദർ ഡാമിയനുമൊക്കെ ആയിരുന്നു സുവിശേഷം പ്രസംഗിക്കുവാൻ ഏറ്റവും ആധികാരികത. അവർ ജീവിതം കൊണ്ട് സുവിശേഷം പ്രസംഗിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് ഈ സന്നദ്ധ പ്രവർത്തനവും സുവിശേഷ പ്രഘോഷണവും ഒന്നിച്ചു കൊണ്ടുപോകണമെങ്കിൽ അസാധാരണമായ കൃപ വേണം, അസാധാരണമായ കൃപ. അതുപോലെ തന്നെ ശക്തനും കാർക്കശ്യക്കാരനുമായ ആത്മീയ പിതാവുണ്ടാകണം. തൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾക്കൊപ്പം നിൽക്കുന്ന ഏതെങ്കിലും ഒരു വൈദികനെയോ ആരെയെങ്കിലും കണ്ടെത്തിയിട്ട് ആത്മീയ പിതാവായി സ്വീകരിച്ചിട്ട് കാര്യമില്ല. ഇത്തരം കാര്യങ്ങൾക്ക് പോകുന്ന ആരാണെങ്കിലും കാർക്കശ്യക്കാരനായ ഒരാത്മീയ പിതാവുണ്ടാകണം. അതല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അപകടങ്ങളുണ്ടാകും. നമുക്ക് കാണാം, മാരിയോ മാത്രമല്ല മറ്റൊരു തരത്തിൽ അനേക പ്രാവശ്യം വിവാദങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. നമ്മൾ ഈ അടുത്ത കാലത്തും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വരദാനങ്ങൾ വെച്ചുകൊണ്ട് ദാതാവിനെ പ്രഘോഷിക്കാൻ നടക്കുന്നവർക്കും ഇതൊരു മുന്നറിയിപ്പാണ്. വരദാനങ്ങളെ ഹൈലൈറ്റ് ചെയ്യുന്നു. അങ്ങനെ വരദാനം മൂലം ആൾക്കാരെ ആകർഷിച്ചു കൊണ്ടിരിക്കുന്ന ശുശ്രൂഷകർക്ക് ഇത് കൃത്യമായൊരു മുന്നറിയിപ്പാണ്. കർത്താവ് അടയാളങ്ങൾ വെച്ചുകൊണ്ട്, അടയാളങ്ങളിലൂടെ വചനത്തെ സ്ഥിരീകരിക്കുകയാണ് ചെയ്യുന്നത്. എൻ്റെ വരദാനങ്ങളിലൂടെ ഞാൻ കർത്താവിനെ വലുതാക്കുകയല്ല ചെയ്യുന്നത്. ഞാൻ ക്രിസ്തുവിനെ പ്രഘോഷിക്കുമ്പോൾ വരദാനങ്ങൾ വർഷിച്ചുകൊണ്ട് അവിടുന്ന് വചനത്തെ സ്ഥിരീകരിക്കുകയാണ് ചെയ്യുന്നതെന്ന് കൃത്യമായി വചനം പഠിപ്പിക്കുന്നു. അതുകൊണ്ട് വരദാനങ്ങളിൽ അധിഷ്ഠിതമായ ശുശ്രൂഷ ചെയ്യുന്നവർക്കും സാമൂഹ്യ സേവനവും ശുശ്രൂഷയും ഒരുമിച്ച് കൊണ്ടുപോകുന്നവർക്കും സാമ്പത്തിക മേഖലയും ശുശ്രൂഷയും ഒരുമിച്ച് കൊണ്ടുപോകുന്നവർക്കും ഇതൊന്നും സാധ്യമല്ല എന്നല്ല, ഒരു മുന്നറിയിപ്പാണിത്.
പല കാര്യങ്ങളിൽ വ്യാപൃതനാകുകയും ദാതാവിനേക്കാൾ കൂടുതൽ ദാനങ്ങളെ ആശ്രയിക്കുകയും ചെയ്യുന്നവർക്കും ഇതൊരു മുന്നറിയിപ്പായിട്ട് നിൽക്കുകയാണെന്ന് ചുരുക്കം. പിന്നെ ഏറ്റവും അടിസ്ഥാനപരമായ ചിന്ത തിരുവചനം പറയുന്നു, റോമാലേഖനം വളരെ കൃത്യമായി പറയുന്നു, കാട്ടൊലിവായിരുന്ന നിന്നെ, എം ജെറാൾഡ് എന്ന് പറയുന്ന കാട്ടൊലിവിനെ പ്രകൃതി സഹജമല്ലാത്ത രീതിയിൽ വെട്ടിയെടുത്ത് നാട്ടൊലിവിനോട് ചേർത്തു. അപ്പോൾ ജെറാൾഡ് അതിൽ അഹങ്കരിക്കേണ്ടതില്ല എന്ന് വചനം എന്നോട് പറയുകയാണ്. ഞാൻ ഇന്ന് എന്തെങ്കിലും ഒരു നന്മ ചെയ്തെങ്കിൽ, ഒരു നന്മ പറഞ്ഞെങ്കിൽ അത് എൻ്റെതല്ല, എല്ലാ നന്മയും ദൈവത്തിൽ നിന്നാണ് എന്നുള്ള തിരിച്ചറിവ്, ആ ഒരു മുന്നറിയിപ്പാണ് വചനം നമുക്ക് നൽകുന്നത്. നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ്. അതാകട്ടെ ഫലം പുറപ്പെടുവിക്കുന്നതിന് വേണ്ടിയാണെന്ന് വചനം കൃത്യമായി നമ്മോട് പറയുന്നു. അതുപോലെ തന്നെ ദാനങ്ങളും വരങ്ങളും ഉപയോഗിക്കുന്നവരോട് മത്തായി ശ്ലീഹായിലൂടെ കർത്താവ് പറയുകയാണ്, എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നവനല്ല, എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക. അന്ന് പലരും എന്നോട് ചോദിക്കും, കർത്താവേ കർത്താവേ, ഞങ്ങൾ നിൻ്റെ നാമത്തിൽ പ്രവചിക്കുകയും ബൈബിൾ കൺവെൻഷനുകളും രോഗശാന്തി ശുശ്രൂഷകളും വചനപ്രഘോഷണങ്ങളും പിശാചുക്കളെ പുറത്താക്കലും വിടുതലുകളും ഒക്കെ നൽകിയില്ലേ, അത്ഭുതങ്ങൾ ഞങ്ങൾ പ്രവർത്തിച്ചല്ലോ. അപ്പോൾ ഞാൻ അവരോട് പറയും, നിങ്ങളെ ഞാൻ ഒരിക്കലും അറിഞ്ഞിട്ടില്ല. അപ്പം ശുശ്രൂഷയുടെ മാനദണ്ഡം ലക്ഷ്യം എന്താണ് എന്ന് നാം ഓരോരുത്തരും ഉറപ്പ് വരുത്തണമെന്നാണ് ഇത്തരമൊരു ദുരന്തത്തിലൂടെ കടന്നു പോകുന്ന മാരിയ സഹോദരൻ നമ്മോട് പറയുന്നത്. വീണ്ടും എഫേസ്യസ് ലേഖനം 1:5, തൻ്റെ ഹിതമനുസരിച്ച് എല്ലാം പൂർത്തിയാക്കുന്ന അവിടുന്ന്, തൻ്റെ ഹിതമനുസരിച്ച് എല്ലാം പൂർത്തിയാക്കുന്ന, തൻ്റെ ഇഷ്ടമനുസരിച്ച് എല്ലാം ദൈവഹിത പ്രകാരം നടക്കും. ഹിതമനുസരിച്ച് എല്ലാം പൂർത്തിയാക്കുന്ന അവിടുന്ന് തൻ്റെ പദ്ധതി അനുസരിച്ച് അവനിൽ നമ്മെ മുൻകൂട്ടി തിരഞ്ഞെടുത്ത് നിയോഗിച്ചു. ഇതൊരു നിയോഗമാണ്, ആരുടെയും പ്രവൃത്തിയല്ല, ഇതൊരു നിയോഗമാണ്, കർത്താവിൻ്റെ പ്രവൃത്തിയാണ് എന്ന് എം ജെറാൾഡ് തിരിച്ചറിയണം. അങ്ങനെ തിരിച്ചറിയുമ്പോൾ നമുക്ക് എളിമയുണ്ടാകും. നമുക്ക് കാണാം, നിസാരമായ ഉൾക്കാഴ്ചകൾ കിട്ടുമ്പോൾ, വചനം വ്യാഖ്യാനിക്കാനുള്ള കഴിവ് കിട്ടുമ്പോൾ, വരദാനങ്ങൾ കിട്ടുമ്പോൾ തർക്കത്തിൻ്റെ അരൂപി നിറഞ്ഞു നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ശുശ്രൂഷാ മേഖലയിലുള്ള അനേകരുമായി സംവദിക്കുമ്പോൾ, അനേകരുമായി സംസാരിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നതാണ്. ഉൾക്കാഴ്ചകളും വചനം വ്യാഖ്യാനങ്ങളും വരദാനങ്ങളും നിറഞ്ഞു നിൽക്കുമ്പോൾ വിധേയത്വം എന്ന് പറയുന്ന ഒരു കാര്യമില്ലാത്തൊരവസ്ഥ നമുക്ക് കാണാൻ സാധിക്കും. ഇത് ക്രിസ്തുവിൽ ആദ്യമായി പ്രത്യാശ അർപ്പിച്ച് നാം അവൻ്റെ മഹത്വത്തിനും സ്തുതിക്കും വേണ്ടി ജീവിക്കേണ്ടതിനാണ്. ഇപ്പം ക്രിസ്തു ഒരാളെ തിരഞ്ഞെടുക്കുന്നത് അവൻ്റെ മഹത്വത്തിനും സ്തുതിക്കും വേണ്ടി ജീവിക്കുന്നതിനാണ്. എൻ്റെ ശുശ്രൂഷ വഴി ഞാൻ ഉയർത്തപ്പെടുന്നുണ്ടോ? എം ജെറാൾഡ് എന്തെങ്കിലും പറയുന്നത് വഴി ജെറാൾഡ് ഉയർത്തപ്പെടുന്നുണ്ടോ, ജെറാൾഡിന് ഫാൻസ് ഉണ്ടോ എന്ന് ജെറാൾഡ് പരിശോധിച്ച് നോക്കുകയും അതിന് തിരുത്താൻ പറ്റിയ ആത്മീയ നേതൃത്വവുമായി ജെറാൾഡിന് ബന്ധമുണ്ടാവുകയും ചെയ്യണമെന്നാണ് മാരിയോ ജോസഫ് എനിക്ക് നൽകുന്ന മുന്നറിയിപ്പ്. കാരണം തൻ്റെ ഹിതമനുസരിച്ച് തൻ്റെ പദ്ധതി പൂർത്തിയാക്കുന്നതിന് വേണ്ടിയാണ് ഈ തിരഞ്ഞെടുപ്പ് നടത്തിയിരിക്കുന്നത്. എന്നെ ന്യായീകരിക്കുന്നത് ഞാനല്ല, കാരണം എൻ്റെ ജീവിതം അറിയാവുന്നവർക്കറിയാം എനിക്ക് യാതൊരു വിധത്തിലുള്ളതായ ക്വാളിറ്റീസും ഇല്ല എന്ന്. അപ്പോൾ എന്നെ ന്യായീകരിക്കുന്നത് കർത്താവാണെന്ന് തിരിച്ചറിയാൻ എനിക്ക് പറ്റണം. യേശു ക്രിസ്തു വഴി നാം അവിടുത്തെ പുത്രരായി ദത്തെടുക്കപ്പെടണമെന്ന് അവിടുന്ന് തൻ്റെ ഹിതവും ലക്ഷ്യവും അനുസരിച്ച് മുൻകൂട്ടി നിശ്ചയിച്ചു. ദൈവത്തിൻ്റെ ഹിതവും പദ്ധതിയും അനുസരിച്ച് മുൻകൂട്ടിയുള്ള നിശ്ചയിപ്പാണ്. അവിടുന്ന് ഇപ്രകാരം ചെയ്തത് തൻ്റെ പ്രിയപ്പെട്ടവനിലൂടെ നമ്മിൽ ചൊരിഞ്ഞ തൻ്റെ കൃപയുടെ മഹത്വത്തിനും പുകഴ്ചയ്ക്കും വേണ്ടിയാണ്. അപ്പോൾ എന്തിനാണ് തിരഞ്ഞെടുക്കുന്നത്? ക്രിസ്തുവിനെ മഹത്വപ്പെടുത്താനാണ്. വരദാനങ്ങളെയോ മോട്ടിവേഷണൽ ക്ലാസ്സുകളെയോ അത്ഭുത പ്രവർത്തനങ്ങളിലൂടെയോ തനിക്ക് ഫാൻസ് ഉണ്ടാക്കുവാനും തന്നെ തന്നെ ഉയർത്തുവാനും അല്ല ക്രിസ്തു ആരെയെങ്കിലും തിരഞ്ഞെടുക്കുന്നത് എന്ന വചനം കൃത്യമായ മുന്നറിയിപ്പാണ് നമുക്ക് നൽകുന്നത്. അതുകൊണ്ട് ജീവിക്കുന്നവർ ഇനിയും തങ്ങൾക്ക് വേണ്ടി ജീവിക്കാതെ, കൊരിന്തോസ് ലേഖനം 2 കൊരിന്തോസ് 5-ാം അധ്യായം, തങ്ങളെ പ്രതി മരിക്കുകയും ജീവിക്കുകയും ചെയ്തവന് വേണ്ടി ജീവിക്കട്ടെ. ഈ തിരഞ്ഞെടുപ്പ് മുഴുവൻ ക്രിസ്തുവിനെ ഉയർത്തുവാനും ക്രിസ്തുവിനോട് അനുരൂപപ്പെടുന്നതിനും വേണ്ടിയാണ്. നിങ്ങളിൽ ക്രിസ്തു രൂപപ്പെടുന്നത് വരെ ഞാൻ ഈറ്റുനോവ് അനുഭവിക്കുന്നുവെന്നാണ് അപ്പോസ്തലൻ പറയുന്നത്. നിങ്ങളിൽ വരദാനങ്ങൾ നിറയുന്നത് വരെ എന്നല്ല, നിങ്ങൾ അത്ഭുത പ്രവർത്തകരായി സാമൂഹ്യ സേവകരായി മാറുന്നിടം വരെ എന്നുള്ളതല്ല.
നിങ്ങൾ ക്രിസ്തു നിങ്ങളിൽ രൂപപ്പെട്ട് വരദാനങ്ങൾ കൊണ്ട് നിറയുന്നതിന് വേണ്ടി ഞാൻ ഈറ്റുനോവ് അനുഭവിക്കുന്നുവെന്ന്. അപ്പോൾ ക്രിസ്തു രൂപീകരണവും ക്രിസ്തു അനുകരണവുമാണോ എൻ്റെ ലക്ഷ്യമെന്ന് എനിക്ക് ആത്മശോധന ചെയ്യാനുള്ളൊരു അവസരമാണ് മാരിയോ ജോസഫ് സഹോദരൻ്റെ ഈ ദുരന്തം എനിക്ക് നൽകുന്നത്. അതിനാൽ ഇപ്പോൾ മുതൽ ഞങ്ങൾ ആരെയും മാനുഷിക കാഴ്ചപ്പാടിൽ കാണുന്നില്ല. ക്രിസ്തുവിനായിരിക്കും പുതിയ സൃഷ്ടിയാണ്. പഴയത് കടന്നുപോയി. അതായത് ദൈവം മനുഷ്യരുടെ തെറ്റുകൾ അവർക്കെതിരായി പരിഗണിക്കാതെ രമ്യതയുടെ സന്ദേശം ഞങ്ങളെ ഫലമേൽപ്പിച്ചുകൊണ്ട് ക്രിസ്തു വഴി ലോകത്തോട് നമ്മെ രമ്യതപ്പെടുത്തുകയായിരുന്നു. രമ്യതയുടെ സുവിശേഷമാണ് ക്രിസ്തു നമുക്ക് നൽകിയത്. പിതാവായ ദൈവം ക്രിസ്തുവിൽ നമുക്ക് നൽകുകയാണ്. അതായത് എൻ്റെ പാപം എനിക്കെതിരെ പരിഗണിക്കാതെ എന്നോട് ദൈവം കരുണ കാണിക്കുന്ന ആ ഒരു വെളിപ്പെടുത്തലിൻ്റെ തലം, ബലഹീനനും പാപിയുമായിരിക്കെ ജെറാൾഡിനെ ദൈവം തേടി വരുമ്പോൾ ആ തിരിച്ചറിവ് മറ്റുള്ളവരോട് കരുണ കാണിക്കുവാൻ എന്നെ പ്രേരിപ്പിക്കുകയാണ്. എൻ്റെ പാപം എനിക്കെതിരെ പരിഗണിക്കില്ല എന്ന് തിരിച്ചറിയുമ്പോൾ അത് ഞാൻ ലോകത്തോട് വിളിച്ചു പറയുകയാണ്. എൻ്റെ പാപം എനിക്കെതിരെ പരിഗണിക്കാത്തൊരുവനെ ഞാൻ കണ്ടു. ഇത് വിളിച്ചു പറയാൻ വേണ്ടിയാണ് നിയോഗിച്ചിരിക്കുന്നത്. തൻ്റെ ഹിതം നിറവേറ്റുന്നതിന് വേണ്ടി അവൻ നിയോഗിച്ചു എന്ന് പറയുന്നു. ഇനി റോമ 8-ാം അധ്യായം 28, 29, 30 തിരുവചനങ്ങൾ. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെടുന്നവർക്ക് അവിടുന്ന് സകലവും നന്മയ്ക്കായി പരിണമിപ്പിക്കും നമുക്കറിയാമല്ലോ. ഇവിടെ മാരിയോ സഹോദരൻ ചെയ്യേണ്ടിയിരുന്നത് തന്നെ വിളിച്ച കർത്താവിൻ്റെ അടുക്കിലേക്ക് ഓടുകയായിരുന്നു. മാധ്യമങ്ങളിലേക്കല്ലായിരുന്നു ഓടേണ്ടിയിരുന്നത്. തെറ്റുപറ്റുക മാനുഷികമാണ്, തിരുത്തുക എന്നുള്ള ദൈവീകമാണ്. അപ്പോൾ ദൈവസന്നിധിയിലേക്ക് ഓടണമായിരുന്നു. നല്ല സന്യാസി വൈദികരെ കണ്ട് കാർക്കശ്യമുള്ള ദർശനമുള്ള വിഷണറികളായ ആത്മീയ പിതാക്കന്മാരെ സമീപിക്കണമായിരുന്നു. പിൻവാങ്ങൽ നടത്തണമായിരുന്നു. അവിടുന്ന് മുൻകൂട്ടി അറിഞ്ഞവരെ, റോമ 8:29, തൻ്റെ പുത്രൻ്റെ സാദൃശ്യത്തോട് അനുരൂപരാക്കാൻ മുൻകൂട്ടി തിരഞ്ഞെടുത്തു. ക്രിസ്തു നമ്മൾ രൂപപ്പെടുന്നതിന് വേണ്ടി നമ്മെ തിരഞ്ഞെടുത്തു. ഇത് തൻ്റെ പുത്രൻ അനേക സഹോദരിൽ ആദ്യജാതനാകുന്നതിന് വേണ്ടിയാണ്. ക്രിസ്തുവിനെ പോലെ ആകുന്നതിന് വേണ്ടിയാണ് നമ്മെ തിരഞ്ഞെടുത്തതെന്ന് പറയുകയാണ്. നമ്മളെന്ത് ചിന്തിക്കുന്നു? കുറേ പുണ്യപ്രവർത്തികൾ ചെയ്യും. ക്രിസ്തുവിനെ അറിയുമ്പോൾ സ്വാഭാവികമായ പുണ്യപ്രവർത്തികൾ ചെയ്യും. നമ്മുടെ പുണ്യപ്രവർത്തികൾ വഴി ക്രിസ്തുവിനെ മഹത്വപ്പെടുത്തുകയല്ല, ക്രിസ്തുവിനെ അറിയുമ്പോൾ നമ്മളിൽ നിന്ന് പുണ്യപ്രവർത്തികൾ പുറപ്പെടുകയാണ് എന്ന് വചനം പഠിപ്പിക്കുക. എൻ്റെ വരദാനങ്ങൾ വഴി ഞാൻ ക്രിസ്തുവിനെ ഉയർത്തുകയല്ല, ഞാൻ ക്രിസ്തുവിനെ അറിഞ്ഞ് ക്രിസ്തുവിനെ മഹത്വപ്പെടുത്തുമ്പോൾ വരദാനങ്ങൾ വഴി ശുശ്രൂഷയിൽ കർത്താവ് മഹത്വം കൊണ്ടുവരികയാണ്. തലതിരിഞ്ഞ കാര്യങ്ങൾ മനസ്സിലാകുന്നതിൻ്റെ കൃത്യമായ സ്പിരിച്വൽ ഫാദേഴ്സിൻ്റെ അഭാവം ശുശ്രൂഷാ മേഖലയിൽ കാണപ്പെടുകയാണ്. താൻ മുൻകൂട്ടി നിശ്ചയിച്ചവരെ അവിടുന്ന് വിളിച്ചവരെ നീതീകരിച്ചവരെ മഹത്വപ്പെടുത്തി. ഇവിടെ ഒരു നീതീകരണത്തിൻ്റെ പ്രവൃത്തിയുണ്ട്. ഈ നീതീകരണത്തിൻ്റെ പ്രവൃത്തി 2 തലങ്ങളിലാണ്. ഒന്ന്, എൻ്റെ പാപം എനിക്കെതിരെ പരിഗണിക്കാതെ എന്നെ ദൈവം നീതിമാനെന്ന് വിളിക്കുകയാണ്. എൻ്റെ അനുതാപം മൂലം ക്രിസ്തുവുമായി ഞാൻ ക്രിസ്തു വഴി പിതാവായി ദൈവവുമായി ഞാൻ അനുരഞ്ജനപ്പെടാൻ തയ്യാറാകുമ്പോൾ ദൈവം തൻ്റെ മുൻകൂട്ടിയുള്ള നിശ്ചയപ്രകാരം എന്നെ നീതീകരിക്കുകയാണ്. എൻ്റെ പാപം എനിക്കെതിരെ പരിഗണിക്കാതിരിക്കുകയാണ്. എന്നിട്ട് എന്ത് ചെയ്യുന്നു? നീതീകരിച്ചവരെ മഹത്വപ്പെടുത്തി. ഇതെല്ലാം തൻ്റെ മഹത്വത്തിന് വേണ്ടിയാണ്. ഞാൻ കുറയുകയും അവൻ വളരുകയും ചെയ്യണം. ശുശ്രൂഷകൾക്ക് ശേഷം അവശേഷിക്കുന്നത് ഫാൻസാണോ? എൻ്റെ ശുശ്രൂഷകൾ അവശേഷിപ്പിക്കുന്നത് ഫാൻസിനെയാണോ? ആരാധകരെയാണോ? എന്നോടുള്ള ആരാധനയാണോ എന്നുള്ള ഒരു ആത്മശോധനയ്ക്കുള്ള മാർഗം കൂടിയാണ്. ഇത്തരത്തിൽ കൂടെ വിവാദങ്ങൾക്ക് ഇടവരുത്തുന്ന ഓരോരുത്തരും ഇത് ആത്മശോധനയ്ക്കുള്ള അവസരമാക്കി മാറ്റണം. നമുക്കറിയാം, പുതിയ തലമുറ വിശ്വാസത്തിൽ നിന്ന് അകന്നു പോകുന്നതിൻ്റെ കാരണം അവർക്ക് സഭയോടോ ക്രിസ്തുവിനോടോ ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല. മനുഷ്യരാശി നമുക്കറിയാം, വീണുപോയ മനുഷ്യപ്രകൃതിയിൽ മനുഷ്യന് എല്ലാ കാലവും വീണുപോകുന്ന മനുഷ്യപ്രകൃതിയുടെ കുറവുകളുണ്ട്. അതൊന്നും മക്കൾക്ക് പ്രശ്നമല്ല. പക്ഷെ യഥാർത്ഥത്തിൽ എന്തുകൊണ്ടാണ് പുതിയ തലമുറ വിശ്വാസത്തിൽ നിൽക്കാൻ വിഷമം അനുഭവിക്കുന്നത്? അതിൻ്റെ കാരണം ദൈവത്തിന് വേണ്ടി ക്രിസ്തുവിന് വേണ്ടി നിൽക്കുന്നുവെന്ന് പറയുന്ന ആത്മീയരാണെന്ന് അവകാശപ്പെടുന്ന നമ്മിലേക്ക് നോക്കുമ്പോൾ പരസ്പരം സ്നേഹമോ സാക്ഷ്യമോ ഇല്ല.
പരസ്പരം കൂട്ടായ്മയില്ലാത്തവരുടെ കൂട്ടങ്ങളായി നമ്മൾ മാറുകയാണ്. ആത്മാവില്ലാത്ത, നിൻ്റെ നാമത്തിൽ ഞങ്ങൾ രോഗികളെ സുഖപ്പെടുത്തിയിട്ടില്ലേ, നിൻ്റെ നാമത്തിൽ ഞങ്ങൾ സുവിശേഷം പ്രസംഗിച്ചിട്ടില്ലേ, നിൻ്റെ നാമത്തിൽ ഞങ്ങൾ അത്ഭുതങ്ങൾ ചെയ്തിട്ടില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ആത്മാവില്ലാത്ത അത്ഭുത പ്രവർത്തകർ, കൂട്ടായ്മയുടെ ആത്മാവില്ലാത്ത, ഒറ്റയ്ക്കൊറ്റയ്ക്ക് വളരുന്ന തലം, സെൽഫ് സെൻറ്റേർഡ് സ്പിരിച്വാലിറ്റി, വ്യക്തികേന്ദ്രീകൃത ആത്മീയത, ഇത് കുടുംബങ്ങളിലേക്കും വിഭാഗീയ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭാര്യയ്ക്ക് ഒരു രീതിയിലുള്ള പ്രാർത്ഥന, ഭർത്താവിന് വേറെ രീതിയിലുള്ള പ്രാർത്ഥന. ഭാര്യയ്ക്ക് ഒരു സെൻറ്ററിനോട് ആഭിമുഖ്യം, ഭർത്താവിന് മറ്റൊരു സെൻറ്ററിനോട് ആഭിമുഖ്യം. കുടുംബത്തെ കൂട്ടിയോജിപ്പിക്കുന്നതായിരിക്കണം എല്ലാ വചനപ്രഘോഷണങ്ങളും, എല്ലാ ബൈബിൾ കൺവെൻഷനുകളും കുടുംബത്തെക്കുറിച്ച് സംസാരിക്കുന്നതായിരിക്കണം, കൂട്ടായ്മയെക്കുറിച്ച് സംസാരിക്കുന്നതായിരിക്കണം എന്നുള്ള മുന്നറിയിപ്പാണ് നമുക്ക് നൽകുന്നത്. കുടുംബത്തെക്കുറിച്ചും ഇടവകയെക്കുറിച്ചും സംസാരിക്കാത്ത വചനപ്രഘോഷകരെ കേൾക്കാൻ നമ്മൾ മനസ്സ് കാണിക്കരുത് എന്നുള്ള മുന്നറിയിപ്പാണ്. കാരണം ദൈവം ആത്യന്തികമായി ഏറ്റവും ആദ്യം സ്ഥാപിച്ചത്, സൃഷ്ടിച്ചതെന്ന് പറയാം, കുടുംബമാണ്. അവരെ സ്ത്രീയും പുരുഷനുമായി പിതാവായി ദൈവം സൃഷ്ടിക്കുകയാണ്. പരസ്പരം ചേർന്നാൽ മാത്രമേ പൂർണ്ണതയുണ്ടാകുന്നുള്ളൂ. ചേരാനുള്ളതായ മാനസികവും ശാരീരികവും ആത്മീയവുമായ സവിശേഷതകൾ നൽകിക്കൊണ്ട് മനുഷ്യനെ സൃഷ്ടിക്കുകയാണ് ദൈവം. സ്ത്രീയും പുരുഷനുമായി കുടുംബമാണ് ആദ്യം സൃഷ്ടിക്കുന്നത്. ആദ്യത്തെ കൽപ്പന കൂട്ടായ്മയുടെ കൽപ്പനയാണ്, പെരുകുവിൻ എന്ന കൽപ്പനയാണ്. ശരിക്കും പറഞ്ഞാൽ ഒന്നാം പ്രമാണത്തെക്കുറിച്ച് നമ്മൾ പഠിപ്പിക്കുന്നുണ്ടോ? പെരുകുവിൻ, ഭൂമിയെ കീഴടക്കുവിൻ, ഞാൻ പറഞ്ഞവയെല്ലാം അനുസരിക്കാൻ മക്കളെ പഠിപ്പിക്കുവിൻ. മത്തായി 28, 29, 30 തിരുവചനം. ഉൽപ്പത്തിയുടെ പുസ്തകം 18:19, ഞാൻ പറഞ്ഞവയെല്ലാം അനുസരിക്കാൻ മക്കളെ പഠിപ്പിക്കുവിൻ. ഓരോ വചനപ്രഘോഷകരും, ഓരോ സുവിശേഷകരും ക്രിസ്ത്യാനിയാണെന്ന് അവകാശപ്പെടുന്ന ഞാനടക്കമുള്ളവർ എൻ്റെ മക്കളെ പ്രമാണങ്ങൾ അനുസരിക്കാനാണോ ഞാൻ പഠിപ്പിക്കുന്നത് എന്നുള്ള ആത്മശോധനയ്ക്കുള്ള മുന്നറിയിപ്പാണ് മാരി ജോസഫിൻ്റെ സംഭവം നമുക്ക് നൽകുന്നത്. അതുകൊണ്ടാണ് പിതാവായ ദൈവം കുടുംബത്തെ സ്ഥാപിക്കുകയും സൃഷ്ടിക്കുകയും ചെയ്തതുകൊണ്ട് വചനം മാംസം ധരിച്ചപ്പോൾ അത് കുടുംബത്താണ് വന്ന് പിറക്കുന്നത്. കുടുംബത്തിൻ്റെ പ്രാധാന്യത്തെ ഉറപ്പിച്ച് കാണിക്കുവാൻ വചനം മാംസം ധരിച്ച ക്രിസ്തു കുടുംബത്ത് വന്ന് പിറക്കുകയാണ്. എന്തിനാണ് ദൈവം മനുഷ്യനായത്? കുടുംബത്തെ സ്ഥിരീകരിക്കുകയാണ്. രണ്ടാമത് ക്രിസ്തു സ്ഥാപിക്കുന്നത് കൂട്ടായ്മയാണ്, അപ്പസ്തോലിക കൂട്ടായ്മ. കുടുംബവും കൂട്ടായ്മയും ഇതിനെക്കുറിച്ചുള്ളതായിരിക്കണം. ഇത് വളർത്തുന്നതിന് വേണ്ടിയായിരിക്കണം വചനപ്രഘോഷണങ്ങളും ബൈബിൾ കൺവെൻഷനുകളും. ഒറ്റയ്ക്കൊറ്റയ്ക്കുള്ള ആത്മീയത. ഇന്ന് ലോകം ഏറ്റവും അഭിമുഖീകരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളുടെയും അടിത്തറയായി നിൽക്കുന്നത് ഇതാണ്. ദൈവത്തെ അറിയുന്നവർ ഒറ്റയ്ക്കൊറ്റയ്ക്ക് വളരുകയാണ്. അതുകൊണ്ടാണല്ലോ ലക്ഷക്കണക്കിന് വീടുകൾ വെറുതെ കിടന്നിട്ടും ഭവനമില്ലാത്തവർക്ക് അത് വാടകയ്ക്ക് പോലും കൊടുക്കാതിരിക്കുന്ന അവസ്ഥയുണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? കൃത്യമല്ലാത്ത വചനപ്രഘോഷണം നടക്കുന്നത് കൊണ്ടാണ്. അങ്ങനെയുള്ള വചനപ്രഘോഷണങ്ങളുടെ ദുരന്തങ്ങളിൽ ഒന്ന് മാത്രമായിട്ട് ഇതിനെ കാണാൻ സാധിക്കുകയുള്ളൂ. ഇതൊരൊറ്റപ്പെട്ട സംഭവമല്ല എന്നുള്ളതാണ്. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് വിശ്വാസത്തിൽ നിൽക്കാൻ പറ്റാത്തതിന് കാരണം എല്ലാ പ്രഘോഷണങ്ങളിൽ നിന്നും എല്ലാ പ്രഘോഷകരിൽ നിന്നും ഉണ്ടാകേണ്ടത് കൂട്ടായ്മയുടെ സ്വരമാണ്. എന്തുണ്ട് വിശേഷമെന്ന് ചോദിക്കാൻ സാധിക്കണം, സുഖമാണോ എന്ന് ചോദിക്കാൻ സാധിക്കണം. അപ്പോസ്തലന്മാരുടെ പ്രബോധനം, കൂട്ടായ്മ, അപ്പം മുറിക്കൽ, സദാ താല്പര്യപൂർവ്വം പങ്കെടുത്തു. അവരുടെ ഇടയിൽ ദരിദ്രരില്ലായിരുന്നു, ക്ഷേമം അന്വേഷിക്കുമായിരുന്നു. യേശുനാമ ശക്തി ഉപയോഗിക്കാൻ നമ്മൾ പഠിപ്പിക്കും. എന്നാൽ അപ്പോസ്തലന്മാർ പറഞ്ഞു, യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളൊന്നാണ്. ക്രിസ്തു വഴി പിതാവായ ദൈവത്തിന് സ്വീകാര്യമായ സുരഭിലമായ കാഴ്ചകൾ അർപ്പിക്കുന്ന രാജകീയ പുരോഹിത ഗണമാണ് ക്രൈസ്തവർ എന്ന് പത്രോസ് അപ്പോസ്തലൻ കൃത്യമായി പഠിപ്പിച്ചു. ഭാര്യ ഭർത്താവിനെ വിശദീകരിക്കേണ്ടത് എങ്ങനെയാണെന്ന് പത്രോസ് അപ്പോസ്തലനും പൗലോസ് അപ്പോസ്തലനും പഠിപ്പിച്ചു. ഭർത്താവ് ഭാര്യയെ വിശദീകരിക്കേണ്ടത് എങ്ങനെയാണെന്ന് പഠിപ്പിച്ചു. മക്കളെ വളർത്തേണ്ടത് എങ്ങനെയാണെന്ന് പഠിപ്പിച്ചു. മോട്ടിവേഷനുകളല്ല, കൃത്യമായ സത്യം, നഗ്നമായ അപ്രിയ സത്യങ്ങളാണ് പഠിപ്പിച്ചത്. അപ്പോൾ സുവിശേഷകരായിരുന്ന ക്രിസ്തുവിനെ അറിഞ്ഞുവെന്ന് പറയുന്ന നമ്മളിൽ നിന്നുണ്ടാകുന്ന എതിർസാക്ഷ്യങ്ങളാണ്, കൂട്ടായ്മയില്ലായ്മയാണ് കുഞ്ഞുങ്ങളെ പിടിച്ചു കുലുക്കിക്കൊണ്ടിരിക്കുന്നത്. വളരെ വേദനാജനകമായ അവസ്ഥയിലൂടെയാണ് ലോകം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പുതിയ തലമുറ ഒരിടത്തും സാക്ഷ്യമില്ല, സ്നേഹമില്ല,
അയൽവാസികൾ തമ്മിൽ കയറിയിറക്കമില്ല, സഹോദരങ്ങൾ തമ്മിൽ കയറിയിറക്കമില്ല, കുഞ്ഞുങ്ങളെ സഹോദരങ്ങൾ തമ്മിൽ സംസാരമില്ല. കാരണം എന്താണ്? സുവിശേഷ പ്രഘോഷകര്, വചന പ്രഘോഷകർ ഇതല്ല പ്രസംഗിക്കുന്നത്. എന്നാൽ ഒരു 30 കൊല്ലം പുറകോട്ട് പോയാലോ എല്ലാ വചന പ്രഘോഷണങ്ങളും കുടുംബ കേന്ദ്രീകൃതമായിരുന്നു, ജീവിതത്തിൻ്റെ പച്ചയായ യാഥാർത്ഥ്യങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവയായിരുന്നു. എന്നാൽ ഇന്നെന്താ ചെയ്യുന്നത്? ഏതെങ്കിലും വചനഭാഗം എടുത്തിട്ട് അതിനെ വ്യാഖ്യാനിച്ച് കേൾക്കുന്നവർക്കും പറയുന്നവർക്കും ഉപദ്രവമില്ലാത്ത രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. വചനം ഇരുതല വാളാണ്. പറയുന്ന വ്യക്തിയെയും കേൾക്കുന്നവരെയും ഒന്നുപോലെ സ്പർശിക്കേണ്ടതാണ്. ഇത് യേശുവിൻ്റെ നാമത്തിൽ എന്തെല്ലാം കിട്ടുമെന്ന് പഠിപ്പിക്കുമ്പോൾ യേശു നമ്മോട് ആവശ്യപ്പെടുന്നത് എന്ത് എന്ന് പഠിപ്പിക്കാത്തതിൻ്റെ ദുരന്തം. ക്രിസ്തു എന്താണ് നമ്മോട് ആവശ്യപ്പെടുന്നത്? ഒരാത്മീയ ജീവിതത്തിന് 2 വശങ്ങളുണ്ട്. ഒരു നോട്ടിന് 2 വശങ്ങളുണ്ട്. ഒറ്റ വശം മാത്രമുള്ള നോട്ടും കൊണ്ട് ചെന്നാൽ പോലീസ് അറസ്റ്റ് ചെയ്യും. നോട്ടിന് 2 വശമുണ്ട്. അതുപോലെ തന്നെ ആത്മീയതയ്ക്ക് 2 വശമുണ്ട്. ദൈവത്തോട് തിരിഞ്ഞ് പ്രാർത്ഥിക്കുന്നത് സഹോദരൻ്റെയും സഹോദരിയുടെയും നേരെ തിരിഞ്ഞ് സ്നേഹത്തോടെ ജീവിക്കാനുള്ള ശക്തിക്ക് വേണ്ടിയാണ്. അടുക്കള ലക്ഷ്യമാക്കിയ, കിച്ചൺ ലക്ഷ്യമാക്കിയ ഒരു കുടുംബവും നിലനിന്നിട്ടില്ല, രോഗിയായിത്തീരും. അടുക്കള എന്താണ്? ഊർജം പകരുന്ന ഇടമാണ്. ആത്മീയ ഇടങ്ങളും കൂട്ടായ്മ സൃഷ്ടിക്കുന്ന ഇടങ്ങളാകണം. നമുക്കറിയാം, ക്രൈസ്തവ മേഖലയിൽ ഇന്ന് ധാരാളം കൂട്ടങ്ങളാണ്, കൂട്ടായ്മയില്ല. മാസങ്ങളും ആഴ്ചകളും മാസങ്ങളും പരസ്പരം വിളിച്ചില്ലെങ്കിലും ഹൃദയത്തിൻ്റെ ഉള്ളിൽ പ്രേരണയില്ല, മനസാക്ഷിക്കുത്തില്ല. ശുശ്രൂഷകർക്ക് തന്നോട് യോജിക്കുകയും തൻ്റെ രീതിയിൽ നിൽക്കുകയും മാത്രം ചെയ്യുന്നവരോട് മിണ്ടുന്ന കോക്കസുകളായി ശുശ്രൂഷകർ മാറുകയാണ്. വിരുദ്ധ അഭിപ്രായങ്ങളോടും കാഴ്ചപ്പാടുകളോടും ഒന്ന് അടുത്തിരിക്കാൻ പോലും ആവാത്ത വിധം സെൽഫ് സെൻറ്റേർഡ്, വ്യക്തി കേന്ദ്രീകൃത ആത്മീയരുടെ എണ്ണം ചുറ്റുവട്ടങ്ങളിൽ കാണുകയാണ്. തുരുത്തുകളായി മാറുകയാണ്, ദ്വീപുകളായി തീരുകയാണ്. ആ ക്രിസ്തുനാഥൻ എന്താ പറഞ്ഞത്? നിങ്ങളുടെ ഇടയിൽ ഇങ്ങനെയാകരുത്. നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നത് വഴി നിങ്ങൾ എൻ്റെ ശിഷ്യരാണെന്ന് ലോകമറിയണം. യൂണിഫോം നഷ്ടപ്പെട്ടു പോയ ക്രൈസ്തവർ, തിരിച്ചറിയാനുള്ള വസ്ത്രം നഷ്ടപ്പെട്ടു പോയി. ഒരു ക്രൈസ്തവനെ, ഒരു ക്രിസ്ത്യാനിയെ തിരിച്ചറിയുന്നത് സ്നേഹത്തിൻ്റെ യൂണിഫോമിൽ നിന്നാണ്, അവരുടെ കൂട്ടായ്മയിൽ നിന്നാണ്. ഇന്നതില്ല. കൂട്ടായ്മ നഷ്ടപ്പെടുത്തി കളഞ്ഞ വചനപ്രഘോഷണങ്ങൾ പോലെ പറഞ്ഞല്ലോ, കൂടെ വിവാദങ്ങൾ ഉണ്ടാക്കുകയാണ്. ട്രോളർമാർക്ക് ട്രോളാൻ വീഡിയോകൾ ഇട്ട് കൊടുക്കുകയാണ്. അത്ഭുത പ്രവർത്തനങ്ങളുടെ വീഡിയോകളടക്കം ട്രോളർമാർക്ക് വിവേകരഹിതമായി വീഡിയോകൾ അപ്ലോഡ് ചെയ്യുകയാണ്. രോഗശാന്തി വീഡിയോകളടക്കം വിവേകരഹിതമായിട്ട് അപ്ലോഡ് ചെയ്യുകയാണ്. അങ്ങനെ വിവാദങ്ങൾ ഉണ്ടാക്കുകയാണ്. ഇത് നമ്മുടെ കുഞ്ഞുങ്ങൾ കാണുന്നുണ്ട്. പള്ളിപിടുത്തം കാണുന്നുണ്ട്, കുർബാന തർക്കം കാണുന്നുണ്ട്, കേസ് കൊടുക്കുന്നത് കാണുന്നുണ്ട്, സാമ്പത്തിക മേഖലയെക്കുറിച്ചുള്ള വീഴ്ചകൾ നമ്മുടെ മക്കൾ കാണുകയാണ്. വരുന്ന തലമുറയെ നശിപ്പിക്കുകയാണ്. ഒരേ പള്ളിയിൽ കൂടുന്നവർ, ഒരേ ആരാധനാലയത്തിൽ കൂടുന്നവർ ആരാധനയും ശുശ്രൂഷയും കഴിയുമ്പോൾ മുഖത്ത് നോക്കി പുഞ്ചിരിക്കാൻ പോലും ആവുന്നില്ല. ടെൻഷൻഡാണ്. ദൈവത്തോട് എത്ര നേരം വേണേലും സംസാരിക്കും. വൺ സൈഡഡ് ആത്മീയതയാണ്. ഇതെല്ലാം മക്കൾ നിരീക്ഷിക്കുകയാണ്. അവസാന നാളുകളിൽ സ്നേഹം തണുത്തുറഞ്ഞു പോകുന്നതിനാൽ അനേകരുടെ വിശ്വാസം നശിക്കുമെന്ന് ബൈബിൾ പറഞ്ഞിട്ടുണ്ട്. ആ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. രോഗശാന്തിക്കാരുടെയും വചനപ്രഘോഷകരുടെയും വചനവ്യാഖ്യാതാക്കളുടെയും വചനപ്രബോധകരുടെയും എണ്ണം വർദ്ധിച്ചു. കേരളത്തിൽ ഒരുപക്ഷെ ക്രൈസ്തവ സഭകളുടെ ആരംഭം മുതലെടുത്താൽ കേരളത്തിൽ നടന്നിടത്തോളം വചനപ്രഘോഷണങ്ങൾ വേറെ എങ്ങും നടന്നിട്ടില്ല. എന്നിട്ട് എല്ലാവരും പറയുന്നു കേരളത്തിലെ ക്രൈസ്തവർ പ്രതിസന്ധിയിലാണ്. ക്വാളിറ്റി ഇല്ലാത്ത വചനപ്രഘോഷണങ്ങളും പ്രഘോഷകരും. നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുക. സ്വയം ശുദ്ധീകരിക്കാത്ത, ശക്തി പുറപ്പെടാത്ത അവസ്ഥ. ഇങ്ങനെ പരസ്പരം വിഴുപ്പലക്കുകയും എതിർസാക്ഷ്യമാവുകയും ചെയ്യുന്നൊരവസ്ഥ. അങ്ങേയറ്റം പുതിയ തലമുറയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ വേദനാജനകമായ അവസ്ഥയിലൂടെ കടന്നു പോവുകയാണ്. ഒരു നോട്ടിന് 2 വശമുണ്ടെന്ന് പറഞ്ഞ കാര്യം ഒരിക്കൽ കൂടി ആവർത്തിക്കട്ടെ. ഒരു സൈഡ് മാത്രമുള്ള നോട്ടും കൊണ്ട് കടയിൽ ചെന്നാൽ ആ നോട്ട് മാറിക്കിട്ടില്ല, പോലീസുകാർ പിടിച്ചകത്തിടും എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് ആത്മീയത. ദൈവത്തിലേക്ക് തിരിഞ്ഞ് പ്രാർത്ഥിക്കുന്നത് സഹോദരന് നേരെ തിരിഞ്ഞ് പുഞ്ചിരിക്കുന്നതിന് വേണ്ടിയാണ്. നമ്മളിതെല്ലാം മറക്കുകയാണ്. വൺ സൈഡ് ആത്മീയതയാണ്.
അതുകൊണ്ട് ഇനിയെങ്കിലും നമുക്ക് നമ്മുടെ വചനപ്രഘോഷണ മേഖലയെ ശ്രദ്ധിക്കാം. പ്രബോധകരുടെ എണ്ണം വർദ്ധിക്കുന്നുണ്ട്, പ്രഘോഷകരുടെ എണ്ണം വർദ്ധിക്കുന്നുണ്ട്. പക്ഷെ യഥാർത്ഥത്തിൽ ബൈബിൾ എന്തു പറയുന്നുവെന്നുള്ളതാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, പിതാവായി ദൈവം സൃഷ്ടിക്കുന്നത്, സ്ഥാപിക്കുന്നത് കുടുംബമാണ്. പുത്രൻ തമ്പുരാൻ, രക്ഷകനും കർത്താവുമായ ക്രിസ്തു വന്ന് പിറക്കുന്നത് കുടുംബത്താണ്. വചനം മാംസം ധരിക്കുന്നത് കുടുംബത്താണ്. മാംസം ധരിച്ച് പിറക്കുന്നത്, സ്ഥാപിക്കുന്നത് കൂട്ടായ്മയാണ്. അതുകൊണ്ട് കുടുംബവും കൂട്ടായ്മയുമായിരിക്കണം വചനപ്രഘോഷങ്ങളുടെ ലക്ഷ്യം. ഇത് വർദ്ധിപ്പിക്കുന്നതായിരിക്കണം. മനുഷ്യൻ ഒരു സാമൂഹ്യ ജീവിയാണ് എന്ന് സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാരും പൊളിറ്റീഷ്യൻസും നിർവചിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അതിനെവിടുന്നാണ് അതിൻ്റെ ഉറവിടം? ബൈബിളിലാണ്. ആദ്യത്തെ പ്രമാണം പെരുകുവിൻ. ആദ്യം സ്ഥാപിക്കുന്നത് കുടുംബം, വചനം മാംസം ധരിച്ച ക്രിസ്തുവും സ്ഥാപിക്കുന്നത് കൂട്ടായ്മ. അതുകൊണ്ട് കുടുംബങ്ങളും കൂട്ടായ്മയും ബലപ്പെടുത്തുകയും വളർത്തുകയും ചെയ്യുന്ന പ്രവൃത്തികളിലേക്കും പ്രഘോഷണങ്ങളിലേക്കും നമ്മൾ ശ്രദ്ധ തിരിക്കുന്നില്ല എങ്കിൽ യൂറോപ്പിലുണ്ടായ ദുരന്തം